ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ കട്ട്ലറ്റ്. നേരത്തെ ഉണ്ടായിരുന്ന ചിക്കനെ കൊണ്ട് നമ്മൾ ബാക്കി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി ഫസ്റ്റ് തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കുക്കറിൽ നന്നായി കുറച്ച് വെള്ളത്തിൽ വെക്കുക. എന്നിട്ട് അത് കുറച്ചൊരു വിസിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിക്കുക. അതുപോലെ കട്ട്ലറ്റിന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 പേർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ആവശ്യമില്ല. കുറച്ച് ഉള്ളി, ഒരു പച്ചമുളക്, ഇഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങൾ മുറിച്ച് റെഡിയാക്കുക. ഇഞ്ചിയെ നന്നായി ഇങ്ങനെ ചതക്കേണ്ടതാണ്. ഇഞ്ചിയെയും പച്ചമുളകിനെയും നന്നായി ചതച്ച് കഴിഞ്ഞാൽ സാധാരണ ഉള്ളതിലും ടേസ്റ്റ് കൂടും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഇത്ര വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിന് ഒരു മീഡിയം ഇപ്പോൾ 3 വിസിലായിട്ടുണ്ട്. അത് നമുക്കിനി താഴത്തേക്ക് ഇറക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ കണ്ട വലിയ ഉള്ളി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നന്നായി ഇളക്കേണ്ടതാണ് ഇത്. കാരണം സിമ്മിലാണെങ്കിൽ പോലും നന്നായി ഇളക്കേണ്ടതാണ്. 1 സ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാല 1 പിഞ്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നവരെയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കറിവേപ്പില ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കളറ് മാറിയതിലേക്ക് നേരത്തെ വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കൽ കണ്ടിന്യൂ ചെയ്യുക. ഇതിലേക്ക് കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കുക, 1 പിഞ്ച്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ടോ ഇതിനെ കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്യുമ്പം അത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അതാണ് കട്ട്ലറ്റിൻ്റെ പാകം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചിക്കനെ ഇപ്പോൾ ഷ്രെഡ് ചെയ്ത് വെക്കുകയാണ്. നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്യുക. കാരണം കട്ട്ലറ്റിന് നമ്മൾ കടിക്കുമ്പോൾ കടിക്കാൻ കിട്ടരുത്, അത്രയ്ക്കും ചെറുതായിട്ടായിരിക്കണം നമ്മൾ ഷ്രെഡ് ചെയ്യേണ്ടത്. നമ്മൾ പൊട്ടറ്റോ ഇങ്ങനെയാണ് മാഷ് ചെയ്യേണ്ടത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോർക്ക് എടുക്കുക. എന്നിട്ട് അതിനിങ്ങനെ അമർത്തി കൊടുത്താൽ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഇതിനെ മാഷ് ചെയ്ത് കിട്ടും. ഇപ്പോൾ പൊട്ടറ്റോ നന്നായി മാഷായിട്ട് വന്നിട്ട് ഇതിനെ ഒന്നുകൂടി ഈവനായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മളിപ്പം പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, തോല് പോക്കിയിട്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇനി ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നന്നായി ഇങ്ങനെ ഷ്രെഡ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് മിക്സിയിൽ ചെയ്യുന്നതാണ്. ഇപ്പം നമുക്കൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് മിക്സി യൂസ് ചെയ്യാത്തത്. കുറച്ചല്ലേ ഉള്ളൂ കണ്ടന്റ്. അപ്പം നമ്മളെപ്പോഴും 2 കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന പാത്രം കഴുകാനുള്ള മടി, അത് രണ്ടും നോക്കുക. കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തെടുക്കുക. ഒറ്റ പാത്രത്തിൽ തീർന്നിട്ട് അത്രയും നല്ലത്. കാരണം എന്താ, നമുക്ക് കഴുകുന്ന സമയം ലാഭിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചിക്കൻ എവിടെ നിന്ന് വന്നു എന്ന്? അപ്പം ഈ ചിക്കൻ ഞാൻ എൻ്റെ മുന്നേ ഉള്ള ലിങ്കിൽ കൊടുക്കാം കേട്ടോ. പഴയ വീഡിയോ, മുന്നേയുള്ള വീഡിയോ, ആ വീഡിയോ കണ്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ മാറ്റി കൊടുക്കുക. ഫൈനായിട്ട് ആയിരുന്നു കേട്ടോ നമ്മൾ ഷ്രെഡ് ചെയ്തത്, കൈ കൊണ്ടാണെങ്കിൽ പോലും. ഇനി ഷ്രെഡ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഒരു ചെറിയൊരു പോസ് എടുക്കാം, എന്നിട്ട് ഇത് റെഡിയാക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ എല്ലാം ഒരു കളറ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഉള്ളി ഏകദേശം ഒരു പേർപ്പിൾ കളറല്ല, കുറച്ചൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ കൂടിയിട്ടുണ്ട്. ചിക്കൻ നേരത്തെ വന്നതാണ്, അതുകൊണ്ട് നമ്മൾ അത്ര ചൂടിൽ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പിൻ്റെ മെഡിസിനൽ വാല്യൂസും എല്ലാം, പിന്നെ ടേസ്റ്റും ഫ്ലേവറും കൂടി വരുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് ഒരു ശരിയായ നമ്മുടെ നാടൻ മലബാർ സ്റ്റൈൽ ടേസ്റ്റ് വരുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ മാഷ് പൊട്ടാറ്റോസ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഈവൻലി സ്പ്രെഡും ചെയ്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മിച്ചത് മുളകും മഞ്ഞളും ഇടണോ വേണ്ടോ എന്നുള്ളത്.
അത് നിങ്ങൾ കമൻസിൽ പറയുക നമ്മളോട് മറന്നുപോയതാണെങ്കിൽ. നമ്മൾ അടുത്തതായി ഇപ്പോൾ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം നമ്മൾ കട്ട്ല ഉണ്ടാക്കുമ്പം മെയിനായിട്ട് വേണ്ട ബ്രെഡ് ക്രംസ് ഇല്ലേ, അതുണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അതിനായി ആദ്യം കുറച്ച് ബ്രെഡ് ഇങ്ങനെ പകുതി മുറിച്ചിട്ട് പകുതിയോ 4 കഷ്ണങ്ങളോ ആക്കിയിട്ട് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു ഫൈൻ പൗഡർ ആകുന്നത് വരെ മിക്സിയിൽ നമ്മളൊരു 2 3 വെച്ചിട്ട് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ അതിനെ പൗഡർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട്, ഇങ്ങനെ ഫൈനായിട്ടുള്ള ക്രംസാണ് നമുക്ക് ആവശ്യം. റെഡി ആയിട്ടുള്ള ക്രംസ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ബാക്കി കോമ്പണൻസ് ആയിട്ടുള്ള നമ്മൾ മുട്ടയെല്ലാം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ. ഇനി നമ്മൾ ഡിപ്പിന് വേണ്ടിയിട്ടുള്ള മുട്ട റെഡി ആക്കുകയാണ്. മുട്ട ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഡിപ്പിന് വേണ്ടിയിട്ട് ഇനി ഏകദേശം ഒരു 2 മുട്ട ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞയും വെള്ളനെയും മുട്ടൻ്റെ ഒന്ന് നന്നായി കലങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളകും ഉപ്പും ഇതിൽ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ അല്ലെ 1/2 സ്പൂണാണ് നമ്മൾ ഉപ്പ് കൊടുത്തത്, കാരണം ഉപ്പ് ഓൾറെഡി ബാക്കിയുള്ള സാധനത്തിലുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ഒരു പൊടി കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നന്നായി ബ്രിസ്കായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്ന പോലെയാണ്. ഈ ഫില്ലിങ്ങിനുണ്ടല്ലോ, ഫില്ലിങ്ങിന് നന്നായിട്ട് ആദ്യം ഒരു ചെറിയ എമൗണ്ടായിട്ട് ഉരുട്ടിട്ട് വെക്കും. എന്നിട്ട് അതിന് നമ്മൾ ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ നല്ലോണം കോട്ട് ചെയ്ത് പൊരിക്കലാണ് ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ ചെറിയൊരു ഉരുട്ടായിട്ട് എടുക്കുക നമ്മൾ. എന്നിട്ട് ഒരു കൈ ഉണ്ട്, 2 കൈയൊന്നും ആവശ്യമില്ല നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിപ്പം അങ്ങനെ ഒരു ഷേപ്പായി വരും. നമ്മൾ സാധാരണ കാണുന്ന കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പായി വരും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എല്ലാത്തിനെയും നമ്മൾ ഉരുട്ടി ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി ചെറിയൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇതിനെ ഇനി നമ്മൾ ഈ മുട്ടയിലേക്ക് നന്നായി ഒന്ന് മുക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ എടുത്തിട്ട് നേരെ ബ്രെഡ് ക്രംസിലേക്ക് വെക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. ബ്രെഡ് ക്രംസ് കൊണ്ട് എല്ലാ സൈഡിലും ഈവൻലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഇതാക്കി കൊടുക്കുക, മൂടി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് തന്നെ ഇങ്ങനെ ചെയ്ത് മൂടി വെക്കുക. അപ്പം എന്ന് വെച്ചാൽ എണ്ണയിൽ നമുക്ക് പെട്ടെന്ന് ഇടാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എല്ലാത്തിനും കൂടി ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ബാക്കി മുട്ട അതിലേക്ക് ഒളിച്ചിട്ട് ബാക്കി നമ്മുടെ ബ്രെഡ് ക്രംസ് എല്ലാം ഒന്ന് സോളിഡ് ആയി പോകും. അതിന് വേണ്ടിയിട്ടും ആയത് നമ്മൾ സൈഡിലേക്ക് വെക്കുക. ഇനി പൊരിക്കാനായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക, കടായിലേക്ക്. ഒന്ന് മുങ്ങാൻ പാകത്തിൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഒരു നേരത്ത് ഒരു കട്ട്ലറ്റ് മുങ്ങാൻ മാത്രം. വെള്ളം ഇതൊന്ന് ചൂടാവുന്ന നേരം നമ്മൾ കാത്തിക്കാൻ. ആയിനൊന്ന് നോക്കാൻ നമ്മളൊരു ചെറിയൊരു കഷ്ണം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ടാണ് പറയുക. കണ്ടോ, ഇതിപ്പം താഴേക്ക് പോയി പൊരിയുന്നില്ല, അപ്പോൾ ആയിട്ടില്ല എന്നർത്ഥം. എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിനി കട്ട്ലറ്റ് മെല്ലെ മേത്തൊന്നും തെറിക്കാത്ത വിധത്തിൽ മെല്ലെ ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായി ഒന്ന് നടുവിലേക്ക് ആക്കി കൊടുക്കുക. നല്ല ചൂടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഫുൾ തീയിലാണ്, ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ചെറുങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കഴിഞ്ഞ് ഒരു ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക്, ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അന്നേരമാണ് നമ്മൾ കോരേണ്ടത്. ഇപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരിയിട്ട് നടുവിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കളറായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി കോരാൻ പാകം എന്നാണ് അർത്ഥം. ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോരിയിട്ട് എടുക്കുക. ഷേപ്പ് ഒന്ന് കുറച്ചൊരു ഡിസ്ഫിഗേർഡാണ്, പക്ഷേങ്കിൽ അതിന് നമുക്ക് അടുത്തതിൽ പിടിക്കാം. നല്ലൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുക. അതിൻ്റെ എക്സ്ട്രാ എണ്ണയെല്ലാം വെക്കുക. അടുത്ത ബാച്ചിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കട്ട്ലറ്റ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഇതുപോലത്തെ നല്ലോണം ടിഷ്യൂ വെച്ച് കവർ ചെയ്യുക. നല്ലോണം ഓയിലെല്ലാം പൊക്കിയിട്ട് ഹാവ് എ ഹെൽത്തി ആൻഡ് happy life. Like, subscribe and hit the bell button. Okay guys.